ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പാതിരാ പരതലിന് ഇന്നേക്ക് 4 ദിവസമായിരിക്കുന്നു. മുതിർന്ന വനിതാ നേതാവിന്റെ മുറിയിലടക്കം നടത്തിയ തിരച്ചിലിൽ ഒന്നും കിട്ടാത്ത കേസിൽ ഇതുവരെ എഫ്ഐആറും ഇട്ടിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം തുടർ നടപടിയെന്ന് റൂറൽ SP അറിയിക്കുന്നു. പെട്ടി വലിച്ചെറിഞ്ഞ് ജനത്തെ ബാധിക്കുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ വാദം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും തള്ളിക്കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞത് ഇന്നലെ എന്ന മട്ടിൽ NN കൃഷ്ണദാസ് ഇന്ന് പറഞ്ഞൊഴിയുകയും ചെയ്തു. കോൺഗ്രസിലെ കത്തിൽ തുടങ്ങിയ വിവാദം നീല ട്രോളി ബാഗിൽ എത്തി നിൽക്കുമ്പോൾ പാലക്കാട്ടെ ജനം പെട്ടിയിൽ പെടുന്നുണ്ടോ? രാഷ്ട്രീയം വിട്ട് പെട്ടി പിടിക്കുമ്പോൾ പെട്ടിയിലെ വോട്ട് ആർക്ക് വീഴും? ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും റോജി M. ജോൺ MLA, CPM-ൽ നിന്നും PM മാർഷോ, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് എന്നിവരാണ്. ആദ്യം റോജി M. ജോണിലേക്ക്. റോജി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വൈകിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഈ പെട്ടി വിവാദത്തിൽ എന്ന്. എന്തുകൊണ്ടാണ് ഈ 4 ദിവസത്തെ വൈകൽ? സ്മൃതി, ഇപ്പോൾ പാലക്കാട് CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 2 വിഭാഗമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. CPM പെട്ടി വിഭാഗവും CPM നോ പെട്ടി വിഭാഗവും. ഒരു വിഭാഗം പറയുന്നു മറ്റേ പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞതുപോലെ കൃഷ്ണദാസ് പറയുന്നു പെട്ടിയെക്കുറിച്ച് പറയരുത്. മറുവശത്ത് ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വേറൊരു വാദം പറയുന്നു. സ്ഥാനാർത്ഥി എന്താ പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ആരെ, കൃഷ്ണദാസിനെ ന്യായീകരിക്കണോ അതോ ജില്ലാ സെക്രട്ടറിയെ ന്യായീകരിക്കണോ എന്ന കൺഫ്യൂഷനിൽ സ്ഥാനാർത്ഥി. അപ്പോൾ അങ്ങനെ ഇത് എവിടെയാണ് ഇത് ഈ പെട്ടി തള്ളണോ അതോ പെട്ടി വലിക്കണോ പെട്ടി കൊള്ളണോ എന്ന അവസ്ഥയിലായി, പെട്ടിയിലായ അവസ്ഥയിലാണ് ഇപ്പോൾ പാലക്കാട്ടെ CPM ഉള്ളത്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ അന്ന് തുടങ്ങി പോലീസിനോട് ആവശ്യപ്പെടുന്നതും അന്ന് തുടങ്ങി ഞങ്ങൾ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നതുമൊക്കെ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്ത് അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ്. ഞങ്ങളൊരു പരാതി ഞങ്ങളുടെ നേതാക്കളായിട്ടുള്ള ശ്രീമതി ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും ഒക്കെ ഇത് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ കേസെടുക്കണം എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇതുവരെ ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഞങ്ങൾ ഈ വിഷയം ആ രീതിയിൽ തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്തു പോകും. കാരണം ഇത് ഏതവസ്ഥയിലാണ് ഈ വിഷയം ഉയർന്നു വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് നമ്മുടെ ഈ പെട്ടി വിവാദം ഉയർന്നു വരുന്നത്? കൊടകര കുഴൽപ്പണ കേസിൽ CPM BJP ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പെടുത്തലുകൾ വരികയും BJP നേതാക്കളുടെ ഉൾപ്പെടെ വെളിപ്പെടുത്തലുകൾ വരികയും BJP വലിയ തോതിൽ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായി നിൽക്കുന്നു. 40 കോടിയിലധികം രൂപ കേരളത്തിലേക്ക് എത്തിച്ചു. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനും മറ്റ് നേതാക്കൾക്കുമൊക്കെ അക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ BJP വലിയ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഈ പെട്ടി നാടകവുമായിട്ട് CPM-ഉം BJP-യും പാലക്കാട് അവതരിക്കുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത്, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് കൊടകര കുഴൽപ്പണ കേസിൽ അടപടലം ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യമായി നിന്ന BJP-യെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇതുവഴി 2 ഉദ്ദേശമാണ്. അതായത് ഒന്ന് BJP-യെ വെളുപ്പിച്ചെടുക്കുക, 2 കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുക. അങ്ങനെ ഈ 2 ഉദ്ദേശം വെച്ചുകൊണ്ട് CPM-ലെ ചില ആളുകളും BJP-യിലെ ചില ആളുകളും, CPM-ലെ എല്ലാ ആളുകളും ഞാൻ പറയുന്നില്ല കേട്ടോ, അങ്ങനെ ഈ 2 വിഭാഗം ആളുകൾ കൂടി ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയ ഒരു തിരക്കഥ, അവതരിപ്പിച്ച ഒരു നാടകം അത് പാളിപ്പോയിട്ട് ഇപ്പോൾ CPM-നകത്താണ്, അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ CPM-നകത്ത് നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സ്ഥാനാർത്ഥിയാണെങ്കിൽ ഏത് വശത്ത് നിൽക്കണം എന്ന കൺഫ്യൂഷനിൽ സ്ഥാനാർത്ഥി നിൽക്കുന്നു. അപ്പോൾ ഒരു ദിവസം ജില്ലാ സെക്രട്ടറിനെ ന്യായീകരിക്കണം, ഒരു ദിവസം NN കൃഷ്ണദാസിനെ ന്യായീകരിക്കണം, ഒരു ദിവസം പറയണം സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് ശരിയെന്ന് പറയണം, പിറ്റേ ദിവസം പറയണം അദ്ദേഹം പറയുന്നത് ശരിയാണ്, ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. അങ്ങനെ ആരുടെ ഭാഗം പറയണം എന്ന അവസ്ഥയിലാണ് സ്ഥാനാർത്ഥി. കുറേ കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയോട് പാർട്ടി പറയും, മിണ്ടാതിരിക്കാൻ പറയും, നിങ്ങൾ ചാനലുകളെ കാണരുതെന്ന് പറയും. CPM-ൽ ഒരു വിഭാഗം പെട്ടിക്ക് വേണ്ടി വാദിക്കുന്നു, ഒരു വിഭാഗം പെട്ടി വേണ്ടാന്ന് പറഞ്ഞ് വാദിക്കുന്നു. അപ്പോൾ എനിക്ക് CPM-കാരോട് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ കാര്യം ഈ സരിൻ പാർട്ടിയൊക്കെ മാറി നിലപാടൊക്കെ മാറി സ്ഥാനാർത്ഥിയായ ആളാണെങ്കിലും അദ്ദേഹത്തോട് നിങ്ങൾ ഈ പണി ചെയ്യരുത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പാർട്ടി നേതാക്കന്മാരെല്ലാം മാറിയും തലങ്ങും വിലങ്ങും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഇപ്പം ന്യായീകരിച്ച് കുഴപ്പത്തിലായിരിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തെ ഈ പണി കാണിക്കരുത്. അപ്പോൾ അത്തരത്തിൽ ഈ CPM ആകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ CPM ആകപ്പെട്ടതിലായതിന് ഞങ്ങളുടെ മേലോട്ട് കയറിയിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2-3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തുവിടണം. ഇതെന്താണ് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ആരാ വിട്ടുകൊണ്ടിരിക്കുന്നത്? കേസ് അന്വേഷിക്കുന്ന ആരാണ്? കേരള പോലീസാണോ CPM ആണോ?
ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്ത ദൃശ്യങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് കഷണങ്ങളായിട്ട്, നമ്മൾ പറയും തുണ്ടായിട്ടെന്നൊക്കെ പറയും, ഇങ്ങനെ തുണ്ടുകളായിട്ട് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് CPM-മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഇതുവരെ ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഴുവൻ CCTV ദൃശ്യങ്ങളും 10 മണി മുതലെങ്കിൽ 10 മണി മുതൽ, അല്ലെങ്കിൽ വൈകിട്ട് 6 മണി മുതലുള്ളതാണെങ്കിൽ 6 മണി മുതൽ, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ മുഴുവൻ ദൃശ്യങ്ങളാണെങ്കിൽ മുഴുവൻ ദൃശ്യങ്ങൾ, തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ക്യാമറകളിലുമുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. നമ്പർ 1. നമ്പർ 2, ഷാനിമോൾ ഉസ്മാൻ്റെയും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളുടെ മുറികളിൽ വനിതാ പോലീസ് ഇല്ലാതെ രാത്രിയിൽ അതിക്രമിച്ച് കയറി CPM പോലീസ് നടത്തിയിട്ടുള്ള ഈ അതിക്രമം, അതായത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അറിയിക്കാതെ പോലീസ് കളിച്ച ഒരു നാടകം. ആ നാടകത്തിന് പിന്നിൽ ആരായിരുന്നു? അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച മന്ത്രി ആരാണ്? ആരുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്? ഈ വിഷയങ്ങൾ വെളിച്ചത്ത് പുറത്തു വരണം. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോലീസ് അതുമായിട്ട് നീങ്ങുന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പരാതിയുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. CPM-നകത്തുള്ള തർക്കം അവർ തീർക്കട്ടെ. ഞങ്ങൾ ജനങ്ങളോട് പാലക്കാട്ടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് തേടി ഞങ്ങൾ ജനങ്ങളിലേക്കും പോകും. ശരി, ആർഷോ കേട്ടല്ലോ റോജി പറഞ്ഞത്. CPM-ൽ 2 വിഭാഗം, പെട്ടി പിടിക്കുന്നവരും പെട്ടി വേണ്ടാത്തവരും. അങ്ങനെയാണോ? 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. പെട്ടി വലിച്ചെറിയൂ എന്നാണല്ലോ NN കൃഷ്ണദാസ് പറയുന്നത്. പക്ഷേ പെട്ടി വേണം, ഈ തെരഞ്ഞെടുപ്പിലുടനീളം ആ പെട്ടി വേണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയും പറയുന്നു, സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു. എന്താണ് ഇങ്ങനെ? അല്ല, റോജി പറഞ്ഞത് പൂർണ്ണമായി ഞാൻ കേട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോൾ ഇപ്പോഴാണ് കണക്റ്റ് ആയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര വിഭാഗമുണ്ട് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ. ഇപ്പോൾ ഈ ചർച്ച ആരംഭിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയിൽ വീണ്ടും ഒരു മണ്ഡലം പ്രസിഡന്റ് കൂടി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വന്നതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന 2 വിഭാഗം, ഒന്ന് ഈ പറഞ്ഞ പോലെ രാഹുൽ മങ്കൂട്ടം സ്ഥാനാർത്ഥിയാകണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള, ആവശ്യം ഉന്നയിച്ചിട്ടുള്ള RSS-മായി ചേർന്ന് നിൽക്കുന്ന VD സതീശൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗവും, അത് വേണ്ട, കോൺഗ്രസിനെ RSS-ൻ്റെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊരു വിഭാഗമായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. അതിങ്ങനെ തുടർച്ചയുണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ തുടർച്ചയിൽ തന്നെ ഓരോരുത്തരായി ആ സംഘപരിവാർ ചേരിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പാളയം വിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിൻ്റെ അനുഭവങ്ങളും വിവരങ്ങളും ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതലേ വളരെ കൃത്യമായ രാഷ്ട്രീയ സംവാദം നടത്തി ജനങ്ങളോട് വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്താണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയതിൻ്റെ, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിനകത്തുള്ള വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സൃഷ്ടിച്ച, അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് ഒരു ചലനവും ഉണ്ടാക്കാൻ വേണ്ടി സാധ്യമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിത്രത്തിലില്ല എന്നൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചൊരു ഘട്ടം കഴിയുമ്പോഴേക്കും ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ മാധ്യമങ്ങൾക്കടക്കം വ്യക്തമാക്കേണ്ടതായി വന്നു, ഇവിടെ ത്രികോണ മത്സരം നടക്കാൻ വേണ്ടി പോവുകയാണ്, ത്രികോണ മത്സരമാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്നാൽ വസ്തുത എന്നുള്ളത് അങ്ങേയറ്റം വലിയ കലാപങ്ങളും കലഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന NDA ക്യാമ്പിനെയും UDF ക്യാമ്പിനെയും ഒരുപാട് പുറകിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ ഈ മണ്ഡലത്തിനകത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച് ഏറെ ദൂരം മുന്നോട്ട് പോകുന്നതിൻ്റെ അനുഭവം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ആകെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയും ഈ ജനാധിപത്യ പ്രക്രിയയെ ആകെ എല്ലാ ജനാധിപത്യ സാധ്യതകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കള്ളപ്പണം ഇറക്കിക്കൊണ്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ശ്രമം ഉണ്ടായിട്ടുള്ളത്. ആ ശ്രമത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ കണ്ടു, ഞങ്ങളിപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, KPM ഹോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പാലക്കാട്ടെ ചില UDF-ൻ്റെ ചില നേതാക്കൾ, കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരുടെ വളരെ ആസൂത്രിതമായിട്ടുള്ള കള്ളപ്പണ ഇടപാട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കൂട്ടർ നടത്തിയത്. അത് പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ അവർ തിരച്ചിൽ നടത്തിയിട്ട് പോലീസിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു FIR പോലും ഇടാൻ പറ്റിയിട്ടില്ലല്ലോ ആർഷോ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. എന്റെ ചോദ്യത്തിന് കൂടി ആർഷോ മറുപടി പറയണം. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ 2 തരത്തിലുള്ള അഭിപ്രായം വരുന്നത് ആർഷോ?
ഇതിന് പാർട്ടിക്കൊരു അഭിപ്രായമുള്ളൂ. ആ അഭിപ്രായം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതുൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യുമെന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട. ഇനി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടല്ലോ, അന്വേഷണം സ്വാഭാവികമായും ആരംഭിച്ചതിൻ്റെ മുന്നോട്ട് പോക്കിൽ ഇവരുടെ കള്ളത്തരങ്ങൾ, ഇവരുടെ കള്ളപ്പണ ഇടപാടുകളുടെ സ്രോതസ് ഉൾപ്പെടെ വെളിവാകും എന്നുള്ളതിനകത്ത് തർക്കമില്ല. വല്ലാതെ ബേജാറായതിൻ്റെ ഭാഗമായിട്ടാണല്ലോ KPM ഹോട്ടലിനകത്തും അതിൻ്റെ തുടർന്നും ഉണ്ടായിട്ടുള്ള നിരവധിയായ കള്ളക്കളികൾ ഈ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വ്യക്തമായതാണല്ലോ. സ്വാഭാവികമായി നടക്കുന്ന ഒരു തെരച്ചിലിനെ ഏതെല്ലാം നിലയ്ക്കാണ് കോൺഗ്രസ് ഭയപ്പെട്ടത്, എന്തെല്ലാം തടയുന്നതിന് വേണ്ടി നേതാക്കളുടെ നേതൃത്വത്തിൽ. സ്മൃതി, ഞാനൊന്ന് സംസാരിച്ച് പൂർത്തീകരിച്ചോട്ടെ. സ്മൃതി, ഞാനൊന്ന് സംസാരിച്ച് പൂർത്തീകരിച്ചോട്ടെ. നിങ്ങളിത് ആരംഭത്തിലെ തുടങ്ങല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ഈ നിലയ്ക്കുള്ള ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന നല്ല ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത് ഏകപക്ഷീയമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ ഇടപെടലായിരിക്കും എന്ന ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ അത് ഇതിന്റെ ആരംഭത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം എനിക്ക് അല്ല, ആദ്യഘട്ടത്തിൽ റോജി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടപെടലും ഞാൻ കണ്ടില്ല. ഉപചോദ്യങ്ങൾ ഉണ്ടായില്ല, കേട്ടിട്ടേ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നോക്കൂ ആർഷോ, ദയവ് ചെയ്ത് പഠിപ്പിക്കാതിരിക്കൂ ആർഷോ. പറയാനുള്ള അവസരം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് മൂന്നേ മൂന്ന് ഗസ്റ്റേ പഠിപ്പിക്കാനല്ല അല്ല, അതെ മാഡം, മാഡത്തെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് ഞാൻ ആളല്ല താനും. പക്ഷെ ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ പാർട്ടി ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പലയാവർത്തി വിളിച്ച് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ടിയുടെ വാദം പറയുന്നതിന് പാർട്ടിയുടെ ഭാഗം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അത് പറയുന്നതിനുള്ള അവസരം അങ്ങ് നൽകണം. അങ്ങയുടെ എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി. ശരി, ആർഷോ പറഞ്ഞോളൂ. ആ റെയ്ഡിനെ കുറിച്ച് വിശദീകരിക്കൂ. ആ റെയ്ഡ് വളരെ സ്വാഭാവികമായ റെയ്ഡാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൽ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. ആ റെയ്ഡ് സ്വാഭാവികമായി നടന്നതാണ് അല്ല, ഈ ചോദ്യത്തിന് ശേഷം പറഞ്ഞോളൂ, ഞാൻ പിന്നെ ഇടപെടിയേ ഇല്ല. സ്വാഭാവികമായ റെയ്ഡാണ് നിങ്ങൾ പറയുമ്പോൾ അവിടെ അസ്വാഭാവികതയുണ്ട് എന്ന പരാതി ഇതിനകം വനിതാ കോൺഗ്രസ് നേതാവ് അടക്കം നൽകിയിരിക്കുന്നു. അതിലെന്ത് പരിശോധന നടത്തി? ഇനി പറഞ്ഞോളൂ. ദയവ് ചെയ്ത് അങ്ങ് ഇതിനകത്ത് കയറി ഇടപെടില്ല എന്ന് ഞാൻ കരുതുകയാണ്. അവിടെ നടന്ന പോലീസ് പരിശോധന ഏതെല്ലാം നിലയിലാണ് ഈ കൂട്ടർ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം പരിഭ്രാന്തരായിക്കൊണ്ട് UDFന്റെ MPമാരുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തി അവിടെ ആ പോലീസ് പരിശോധന തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഉണ്ടായി. ആ ശ്രമത്തിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട് ഞാൻ പാലക്കാടില്ലേ, ഞാൻ കോഴിക്കോടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന നിലയിലേക്കുള്ള അവകാശവാദങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ വന്നു. തൊട്ടടുത്ത ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളാണ്, മാധ്യമങ്ങളാണ് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടത്. ആ ദൃശ്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിടുന്ന ഘട്ടത്തിൽ 11 മണി സമയം വരെ UDFന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടെ ഉണ്ടായി എന്നുള്ളത് ബോധ്യപ്പെട്ടു. ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന ഘട്ടത്തിൽ പുതിയ കഥയായി ഞാൻ അവിടെ 11 മണി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. തലേ ദിവസം അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം ഞങ്ങളവിടെ ഒരു യോഗം ചേരുകയായിരുന്നു, ഞങ്ങളൊരു പ്രധാനപ്പെട്ട യോഗം ചേരുകയായിരുന്നു എന്നുള്ളതായിരുന്നു വാദം. അതിൻ്റെ തുടർച്ചയിൽ ആ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ ചോദ്യം ഉണ്ടായി, അതേത് യോഗമാണ്, എങ്ങനെയാണ് ഈ പറഞ്ഞ ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലും ജ്യോതികുമാർ ചാമക്കാരയും വ്യാജ തെരഞ്ഞെടുപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ 1-ാം പ്രതി ഫെനി നൈനാനും ഉൾപ്പെട്ടിട്ടുള്ള ഏത് സബ് കമ്മിറ്റിയുടെ യോഗമാണ് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇല്ലാതെ, പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇല്ലാത്ത ഏത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗമാണ് അവിടെ ചേർന്നത് എന്ന ചോദ്യം ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് ഈ ഘട്ടം വരെ അവരുടെ തെരഞ്ഞെടുപ്പ് യോഗം എന്നുള്ള വാദം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചാനലുകൾ ആ ഹോട്ടലിന് പുറത്തുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടു. ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടപ്പോൾ നമുക്കാർക്കും പരിചിതമല്ലാത്ത നിലയിൽ എന്താ പറയുക, 700 മീറ്റർ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ 3 വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഒരു പെട്ടി ഹോട്ടലിനകത്ത് കയറ്റി പല മുറികളിലൂടെ ആ പെട്ടി സഞ്ചരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ നിലയിൽ അങ്ങേയറ്റം ദുരൂഹതകൾ വെളിവാക്കുന്ന നിലയിലേക്കുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളത് പക്ഷം ഉത്തരവാദിത്തപ്പെട്ട
ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടർ ചാനലിനോട് ഉൾപ്പെടെ പ്രതികരിച്ചത്. ഒന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇടുമെങ്കിൽ ഞാൻ ചോദിക്കാം. ഈ കേസിൽപ്പെട്ട ആൾ നിങ്ങൾ ആവർത്തിച്ച് ഫെനിയെ പറ്റി പറയുന്നു. TV രാജേഷും എൻ്റെ മുറിയിലും റെയ്ഡ് നടത്തിയെന്ന് പറയുന്നു. TV രാജേഷ് അവിടെ പ്രചാരണത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം ഏത് കേസിലെ പ്രതിയാണ്? നിങ്ങൾ എടുത്തുകൊണ്ട് ലിസ്റ്റ്. എന്തായാലും ടി വി രാജേഷ് വ്യാജ തെരഞ്ഞെടുപ്പ് വ്യാജ തിരിച്ചറിയൽ കാർഡ് രൂപീകരിച്ചിട്ടില്ല, വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടില്ല. ഇനി സ്മൃതി ഇപ്പോ ചോദിച്ചില്ലെങ്കിൽ കൂടി സ്മൃതിയുടെ ഒരു അഭിപ്രായം ഇന്നലത്തെ നിങ്ങളുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ചയിൽ സ്മൃതി ഉന്നയിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് ഈ നാട് മുഴുവൻ കണ്ടിട്ടുണ്ടാകും. ഈ പറഞ്ഞ നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വീണ്ടും കോൺഗ്രസ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അവരോധിക്കുന്നതിനകത്ത് എന്താണ് പ്രശ്നം? അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്താൽ എന്താണ് പ്രശ്നം? സ്മൃതിക്കുണ്ടാകും. എന്തായാലും അങ്ങനെ ഒരു വാചകം ഞാൻ പറഞ്ഞോ? ആർഷോ കേട്ടോ? പിന്നെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് PP ദിവ്യയും നിഖിൽ പൈലിയുമായ ഒരു താരതമ്യമില്ല. PP ദിവ്യ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ആ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പെരുമാറേണ്ട രീതിയിൽ പെരുമാറാത്തതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തതാണ് കേസാണ്. നിഖിൽ പൈലിയെ പോലെ ഈ തരത്തിൽ കൊലക്കേസ് പ്രതികളായ ഒരുപാട് പേർ യൂത്ത് കോൺഗ്രസിലുണ്ടാകാം, ഒരുപാട് പേർ SFIയിലുണ്ടാകാം. അതല്ല നമ്മുടെ വിഷയം. ആ താരതമ്യം അവിടെ സാധ്യമല്ല എന്നാണ് പറയുന്നത്. താങ്കൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പോട്ടെ. ഞാൻ എന്റെ ചോദ്യത്തിന് പറയൂ, TV രാജേഷ് ഏത് കേസിലെ പ്രതിയാണ്? TV രാജേഷ് ഏത് കേസിലെ പ്രതിയാണ്? സ്മൃതി മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ച ചെയ്യാനല്ലോ നമ്മൾ 8 മണിക്ക് ഇരിക്കുന്നത്. അത് അവിടെ നടന്നോളുന്നേ. അത് ഞങ്ങളുടെ ഒരു തുറന്ന പ്രതികരണത്തിലുള്ള വേദിയാണ്. അത് ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ആ വിമർശനം വേറെ സ്ഥലത്ത് ഉന്നയിക്കാമെന്നേ. തുടർച്ചയിൽ ഞാൻ പറഞ്ഞതാ. അല്ല, സ്മൃതി പറഞ്ഞതിന്റെ തുടർച്ചയിൽ ഞാൻ പറഞ്ഞതാണെന്നേ. അതായത് SFIക്കാർ ഒരു കൊലക്കേസിലെയും പ്രതികളായിട്ടില്ല എന്ന് അങ്ങ് മനസ്സിലാക്കുക. SFIക്കാർ ഒരാളെയും കൊല ചെയ്തിട്ടില്ല എന്നുള്ളതും അങ്ങ് മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്തിയ ആളെ അതിനുശേഷം കൊലപ്പെടുത്തുന്ന ഘട്ടത്തിൽ അയാൾ മണ്ഡലം ഭാരവാഹി ആയിരുന്നുവെങ്കിൽ പിന്നീട് അയാളെ സംസ്ഥാന ഭാരവാഹിയാക്കി അവരോധിച്ചത് ഒരു തരത്തിലുള്ള പ്രശ്നമല്ല എന്നുള്ള നിലപാട് അങ്ങേക്ക് ഉണ്ടാകും. ആ നിലപാട് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സാന്ദർഭികമായിട്ട്. ഇനി ഒരു സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കൂട്ടര് വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡ് ഉണ്ടാക്കിയതും രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതും പുറത്തേക്ക് വിട്ടത് അല്ല, ജാമ്യം കൊടുക്കേണ്ടുന്നത് കോടതിയല്ലേ? അങ്ങനെ രാജ്യദ്രോഹിയാണെന്ന് തെളിഞ്ഞാൽ ജാമ്യം കിട്ടുമോ? രാജ്യദ്രോഹ കേസ് തെളിഞ്ഞാൽ ജാമ്യം കിട്ടും? അല്ല, ഈ നാടിനകത്തുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് ID കാർഡ്, ആധാർ ഉൾപ്പെടെയുള്ള കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുന്നത് എന്തായാലും രാജ്യസ്നേഹ പ്രവൃത്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങേക്ക് അങ്ങനെ കരുതുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകാതെ നടത്തിയ റെയ്ഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ റെയ്ഡിൽ എന്തെങ്കിലും കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയില്ല. സംബന്ധിച്ചൊക്കെ ഈ പറഞ്ഞ ഈ കൂട്ടരും UDF-ന് ആ പെട്ടി വലിച്ചെറിയോ എന്ന് NN കൃഷ്ണദാസ് ആവശ്യപ്പെടുന്നു. പെട്ടി കളഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ പാർട്ടിയിലെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ പറയുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആർഷോ, സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ പറഞ്ഞതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. കിട്ടാത്ത ഭാഗത്തിന് ഇവർ ഒളിപ്പിച്ചിട്ടുണ്ട്. എവിടെ ഒളിപ്പിച്ചു? എന്താ കണ്ടെത്താൻ താമസം? അല്ല, അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെയുള്ള വിവരം സ്മൃതിക്കുണ്ടോ? അല്ല, നിങ്ങൾക്ക് പല വിവരങ്ങളും ഉണ്ടല്ലോ. നിങ്ങളുടെ വിവരത്തിൽ മാധ്യമപ്രവർത്തകരും കള്ളപ്പണം ഒളിപ്പിക്കാൻ മാധ്യമപ്രവർത്തകരോട് സഹായിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. അല്ല, ആളുകളാണ് ഇവര് നല്ല നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു പോയത് നിങ്ങളിൽ ഒരാൾ പറഞ്ഞതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതാണ്. ആർഷോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ മാധ്യമപ്രവർത്തകർ കള്ളപ്പണം ഒളിപ്പിക്കാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആർഷോ, നിങ്ങളിൽ ഒരാൾ പറഞ്ഞതാണ്. ശരിയാണോ ഇങ്ങനത്തെ പ്രതികരണങ്ങൾ? അല്ല, അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഇവരുടെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും ആ നിലയിലാണെന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടില്ല. വെറുതെ പറഞ്ഞു പോയതല്ലോ. വിവരമുള്ളത് ഏത് മാധ്യമ പ്രവർത്തനെ പറ്റിയാണ്? അങ്ങനെയെങ്കിൽ അന്വേഷണം വേണം. ഇതുവരെ സംഭവിച്ചില്ലല്ലോ. അല്ല, അത് സ്മൃതി നിങ്ങളുടെ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ റിപ്പോർട്ടറിന്റെ ഒന്നിലധികം യൂണിറ്റുകൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെ നിൽക്കുന്ന ഘട്ടത്തിലാണ്. എന്തേ ചോദിച്ചില്ല നിങ്ങൾ?
ചോദിക്കരുതായിരുന്നു. അതിപ്പോ ചോദിക്കല്ലേ, ഞാൻ ചോദിക്കല്ലേ, നിങ്ങൾക്ക് സംശയം ഞാൻ ചോദിക്കില്ല അങ്ങനെ എന്താ പറയാ ആർഷയോട് ഞാൻ ചോദിക്കുകയാണല്ലോ. ആർഷയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ആർഷയ്ക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? ചോദിച്ചു എന്നുള്ള പോട്ടെ, ഞാൻ ചോദിച്ചല്ലോ. അദ്ദേഹത്തോട് നിങ്ങൾ എന്തേ ചോദിച്ചില്ല? ഞാൻ ചോദിക്കുകയാണ്. ആർഷയ്ക്ക് അഭിപ്രായമുണ്ടോ? ആർഷയ്ക്ക് അഭിപ്രായം എന്തേ ചോദിച്ചില്ല? ആർഷയ്ക്ക് അഭിപ്രായമുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ എന്തേ ചോദിച്ചില്ല? അഭിപ്രായമുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കാറില്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ റെയ്ഡിൽ NN കൃഷ്ണദാസിന് അഭിപ്രായം, ജില്ലാ സെക്രട്ടറിക്ക് ഒരു അഭിപ്രായം, വസീഫിന് ഒരു അഭിപ്രായം, അതിനുശേഷവും അപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ശരി ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിലേക്ക് താങ്കൾക്ക് അതിൽ മറുപടി താല്പര്യമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ശരി, ആർഷോ എന്തായാലും അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ കരുതുകയാണ്. ആർഷോ എന്തായാലും അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ കരുതുകയാണ്. ആർഷോ ശരി, നിങ്ങൾ എന്തേ ചോദിക്കാതിരുന്നത്? ഞാൻ കണ്ടിട്ടില്ല ആർഷോ, ഞാൻ കണ്ടാ ചോദിച്ചേനെ. നിങ്ങൾ എന്ത് ചോദിക്കാതിരുന്ന? ഞാൻ ആർഷോയോട് ചോദിക്കുന്നു, ആർഷോയെ കണ്ടു, ആർഷോയോട് ചോദിക്കുന്നു. അല്ല, നിങ്ങളുടെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നല്ലോ അവിടെ. ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിലേക്ക് വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് എല്ലാ ജേർണലിസ്റ്റുകൾക്കും വേണ്ട സംശയമാണ്, അതെന്നൊരു അഭിപ്രായമുണ്ട്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിലേക്ക് വരാം. നിങ്ങൾക്ക് കൊടകര കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ ഒരു ഇടവേള ലഭിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിലാണോ ഈ പെട്ടി വിവാദത്തെ കാണുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ഈ കൊടകര ആരോപണത്തിൽ നിങ്ങൾക്കൊരു ആശ്വാസമായിട്ടാണോ ഈ ട്രോളി വിവാദം വന്നിരിക്കുന്നത്? പൂർണ്ണമായും ശ്രദ്ധ ഇപ്പോൾ നീലപ്പെട്ടിയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് നിങ്ങളുടെ പ്രചാരണം നല്ല ഗംഭീരമായി ബഹളമൊന്നുമില്ലാതെ അവിടെ RSS നേതാക്കളടക്കം വന്ന് നടത്തുന്നുണ്ട് എന്നും കേൾക്കുന്നു. അതാണോ നിങ്ങൾക്കൊരു ആശ്വാസവും അനുഗ്രഹവുമായിരിക്കുകയാണോ ഈ വിവാദം? കേരളത്തിലെ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ, അത് വയനാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളുടെ തുടക്കം അതുണ്ടാകുമെന്നറിഞ്ഞ സമയം മുതൽ BJPക്കെതിരായി, പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളായി BJPക്ക് ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയുമായി വന്നുകൊണ്ടിരിക്കുന്ന വോട്ടുകളുടെ വർധന, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള കേവലമായിട്ടുള്ള പരാജയത്തിലേക്ക് എത്തിയിട്ടുള്ള വോട്ടുകളുടെ കുറവ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പാലക്കാട് BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് എത്രയോ നാളുകളായി BJP വിരുദ്ധ, BJPക്കെതിരായിട്ടുള്ള, BJP നേതാക്കന്മാർക്കെതിരായിട്ടുള്ള, BJPയുടെ അജണ്ടക്കെതിരായിട്ടുള്ള, BJPയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കെതിരായി, ദേശീയ ഗവൺമെൻറ്റിനെതിരായി, നരേന്ദ്രമോദിക്കെതിരായി, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരായി, NDA നേതാക്കന്മാർക്കെതിരായി എല്ലാ തരത്തിലും എല്ലാ കോണുകളിൽ നിന്നും ആരോപണങ്ങളാണ്. തൃശ്ശൂരിൽ BJPക്ക് ജയിക്കാൻ കഴിയില്ല, BJPക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ശ്രീ K മുരളീധരൻ അടക്കമുള്ള ആളുകളെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് UDFും LDFും തമ്മിലൊരു ധാരണയുണ്ടാക്കി BJPയെ പരാജയപ്പെടുത്താം. അത് എക്കാലത്തും കേരളത്തിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നേരത്തെയും നടത്തിയിട്ടുണ്ട്. BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ BJPക്കെതിരായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അവസാന സമയത്ത് രണ്ടുപേരും ഒത്തുചേർന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താൻ വോട്ട് മറിക്കുന്ന ഒരു ശീലം നേരത്തെയും കേരളത്തിലുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് വിചാരിച്ചെടുത്ത് പരാജയപ്പെട്ടു. BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂർ സീറ്റിൽ ജയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പാലക്കാടും അത് ആവർത്തിക്കും എന്ന് മനസ്സിലായപ്പോഴാണ് UDFും LDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി BJP വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് BJPക്ക് അനുകൂലമായിട്ടുള്ള പ്രചരണം നടക്കുന്നു എന്നുള്ളത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അനുഭാവികളായിട്ടുള്ള പാർട്ടിയുടെ ആളുകൾ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളും BJP പാലക്കാട് ജയിക്കണം എന്നാഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം, കഴിഞ്ഞ കുറേ കാലങ്ങളായി BJPക്കെതിരായി BJP സ്ഥാനാർത്ഥികൾ ജയിക്കരുത് എന്ന് കണക്കുകൂട്ടി കൊണ്ടുവന്നിരുന്ന ഈ തരത്തിലുള്ള കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിൻ്റെ ഫലമായിരുന്നു മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ, വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രചരണവും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള നിലപാടുകളും കേരള നിയമസഭയ്ക്കകത്ത് വരെ സ്വീകരിച്ചത്. കേരള നിയമസഭയ്ക്കകത്ത് നേരത്തെയും തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുമായി ചേർന്നുകൊണ്ടുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ, സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ എപ്പോഴും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് UDFും LDFും. SDPIയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, PFIയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശ്രീമാൻ മദിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുണ്ടായപ്പോൾ ഈ തരത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നിലപാട് സ്വീകരിച്ച് നിയമസഭയ്ക്കകത്ത് പ്രമേയം കൊണ്ടുവന്നവരാണ്.
ഈ വഖഫ് വിഷയത്തിലും ഏതാണ്ട് സമാനമായിട്ടുള്ള പ്രമേയം കൊണ്ടുവന്ന് കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മുൻപം വിഷയവും അതുപോലെ തന്നെ വഖഫ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും അതിൻ്റെ ചർച്ച തിരിച്ചുവിടണം, അതിൻ്റെ വഴി തിരിച്ചുവിടണം. അതിനുവേണ്ടി കാര്യമായി നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പാലക്കാട്ടെ ഈ ചർച്ചയും കാര്യങ്ങളുമെല്ലാം. പെട്ടിയെ സംബന്ധിച്ചാണല്ലോ നമ്മളുടെ ഇന്നത്തെ ചർച്ച. എന്താ കാരണം? അങ്ങനെ ഇൻഫർമേഷൻ പോലീസിന് കിട്ടി? അങ്ങനെയല്ലല്ലോ. പെട്ടിയുമായി ബന്ധപ്പെട്ടാണല്ലോ. പക്ഷെ അതിലെന്തിനാ കൊടകര കയറ്റിയത്? അതല്ലേ പെട്ടിയുമായി ബന്ധപ്പെട്ട്. കൊടകരയിൽ പെട്ടിയില്ലല്ലോ. കൊടകരയിൽ ചാക്കാണല്ലോ. പറഞ്ഞു കുടുങ്ങിയല്ലോ. അല്ല, ആ ചാക്ക് ഇരിക്കുന്ന സ്ഥലം എവിടെയാ? അതൊന്ന് പറഞ്ഞേ. ചാക്ക് കയറ്റിയ ആളല്ലേ പറഞ്ഞത്? മുകളിലേക്ക് ഓഫീസിലേക്ക് കയറ്റിയ ആളല്ലേ പറഞ്ഞത്? അല്ലല്ല, ഞാൻ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ അസംബന്ധങ്ങളും നിങ്ങൾ പറഞ്ഞ ന്യായീകരണങ്ങളും ഞാൻ പറഞ്ഞുകൂടി കേട്ടിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു. തിരു സതീഷ് പറഞ്ഞ കാര്യമാണ് 6 ചാക്കുകൾ എന്നുള്ള കാര്യമല്ലേ. 6 ചാക്കിലാണ് മുകളിലേക്ക് കൊണ്ടുപോയത് എന്ന കാര്യം തിരു സതീഷല്ലേ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ വിവാദം അവിടെ അത് അടങ്ങാൻ സഹായിച്ചോ ഈ ട്രോളി വിവാദം? പിന്നെ ഒരു നീലപ്പെട്ടിയിലേക്ക് പൂർണ്ണമായും ചർച്ച പോകുന്നത് നിങ്ങൾക്ക് സഹായകമായോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. നീലപ്പെട്ടിയിലെ ചർച്ച മാറ്റണമെന്ന് ആരാ പറയുന്നതെന്നേ? അതല്ലേ ഞാൻ അസംബന്ധമെന്ന് പറഞ്ഞത്. ഒരുമിച്ച് നിന്നുകൊണ്ട് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായി വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് റെയ്ഡ് നടത്തുകയാണ്. ആ റെയ്ഡ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല, പണം കൊണ്ടുവന്നവരെ പിടിക്കാൻ കഴിയുന്നില്ല, പോലീസ് കൈ കഴുകാൻ. ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ്? കൃത്യമായി നിങ്ങളുടെ ചാനലടക്കമല്ലേ വിഷ്വലുകൾ കാണിച്ചത്? അതെവിടെ പോയി? ഒന്നുകൂടി കാണിക്ക്. പെട്ടി എവിടേക്ക് പോയി? പെട്ടി എവിടെ നിന്ന് വന്നു? പെട്ടി ആരെ കൊണ്ടുവന്ന്? പെട്ടിയിൽ എന്തെങ്കിലും കണ്ടോ? എനിക്ക് 48 സെക്കൻഡോട് പെട്ടി നിറച്ചുകൊണ്ടോ 48 സെക്കൻഡോട് കോടികൾ നിറയ്ക്കുന്ന ഒരു സംവിധാനമുണ്ടോ? അങ്ങനെയുണ്ടോ ശ്രീകൃഷ്ണദാസ്? അത് പറയേണ്ടത് കേരള പോലീസല്ലേ. കേരള പോലീസ് എന്താ പറഞ്ഞത്? തെരച്ചിൽ നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ല എന്നല്ലേ എഴുതി കൊടുത്തത് അല്ലേ? FIR ഇടാനുള്ള വിവരം പോലും കിട്ടിയിട്ടില്ല ഇതുവരെ പോലീസിന്. എങ്ങനെ കിട്ടുമെന്ന് എന്നാ നിങ്ങൾ എടുത്തു കൊടുക്കൂ. നിങ്ങളുടെ നേതാക്കളും അതേ സമയം അവിടെ എത്തിയിരുന്നല്ലോ. റെയ്ഡിന്റെ സമയത്ത് CPM നേതാക്കളും BJP നേതാക്കളും ഒരുപോലെ അവിടെ എത്തിയിരുന്നല്ലോ. സ്മൃതി ആരാ സഹായിച്ചത്? BJP നേതാക്കന്മാരാണോ സഹായിച്ചത്? കൊണ്ടുവന്ന പണം എങ്ങനെ കൊണ്ടുപോയെന്ന്? കൊണ്ടുവന്ന പണം എങ്ങനെയാ കൊണ്ടുപോയത്? എവിടേക്കാ കൊണ്ടുപോയത്? ആരാ കൊണ്ടുപോയത്? ആരുടെ വണ്ടിയിലാ കൊണ്ടുപോയത്? ഇതൊക്കെ പോലീസ് പിൻവാതിലൂടെ പോയി എന്ന് പറഞ്ഞു. മുൻവാതിലൂടെ പോകുന്ന ദൃശ്യങ്ങൾ വന്നു, പെട്ടിയുടെ ദൃശ്യങ്ങൾ വന്നു. പെട്ടിയിൽ പണമുണ്ടോ എന്നതിന്റെ തെളിവുകൾ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്നത്? ഈ പെട്ടി അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന സമയമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 48 സെക്കൻഡുകൾ പെട്ടിക്കകത്ത് പൈസ നിറച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? പെട്ടിയുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ശ്രീകൃഷ്ണ എവിടെ നിന്ന് നിറച്ചു എന്നാണ് പറയുന്നത്? കേരളത്തിലെ നിറച്ച സ്ഥലം അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ സ്മൃതി? നിറച്ച ആളുകളോടല്ലേ ചോദിക്കേണ്ടത്? നിറച്ച് കൊണ്ടുവന്ന ആളുകളോടല്ലേ ചോദിക്കേണ്ടത്? 3.5 കൊല്ലമായിട്ട് പിന്നെ എങ്ങനെയാ 3.5 കൊല്ലമായിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലല്ലേ കിട്ടൂ. 20ഓളം ആളുകളുടെ ഞങ്ങളെ ചോദ്യം ചെയ്തല്ലോ. 20ഓളം ആളുകളെ ചോദ്യം ചെയ്തു. കുറ്റപത്രത്തിൽ പറയുന്നത് ഈ വായുവിലുള്ള ആരോപണങ്ങൾ എത്ര കാലമായി കേട്ടുകൊണ്ടിരിക്കുക? ഞങ്ങളുടെ നേതാക്കന്മാരെ എവിടെ 161 സ്റ്റേറ്റ്മെന്റിന് എന്തെങ്കിലും വിലയുണ്ടോന്ന്? സ്മൃതി, കൊടകരയിൽ പണം പിടിച്ചെടുത്തു. കൊടകരയിൽ തെളിവുണ്ട്. പണം പിടിച്ചെടുത്തിട്ടുണ്ട്. കൊടകരയില് ആരെ പണം പിടിച്ചെടുത്തു? പാലക്കാട് പെട്ടി മാത്രമേ ഉള്ളൂ.
ഞങ്ങളുടെ പണമാണ് പിടിച്ചെടുത്തത്. കട്ടുകൊണ്ടുപോയ പണം പാലക്കാട് പെട്ടി മാത്രമേ ഉള്ളൂ. കൊടകരയിൽ കട്ടുകൊണ്ടുപോയത് എന്തായിരുന്നു ആരോപണം? കട്ടുകൊണ്ടു എന്ന പരാതി എത്രയായിരുന്നു? 25 ലക്ഷം. കിട്ടിയത് എത്രയാണ്? 3.5 കോടി അല്ലേ? നിങ്ങൾക്ക് എന്തിനാണ് അല്ല സ്മൃതിക്ക് എന്തിനാ പൊള്ളുന്നത്? എനിക്ക് കൊണ്ടുവന്നു എന്നുള്ള ആരോപണത്തിന്റെ പുറത്ത് ഇടതുപക്ഷത്തിന്റെ ആരോപണം ഒന്നുമല്ല. ഇതിവിടെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. ഇ ഡി വരാത്തതിന് ഒരു കാരണം പറയാമോ ശ്രീകൃഷ്ണദാസ്? ഇ ഡി വരാത്തതിന് ഒരു റീസൺ പറയാമോ? അല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ പണം കൊണ്ടുവന്നതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പോലീസും സർക്കാരും ഒത്താശ ചെയ്ത് അത് കൊണ്ടുപോയതിനെ കുറിച്ചുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് വഴി മാറ്റി വിട്ടുകൊണ്ട് അതെങ്ങനെയാണ് CPM-ഉം കോൺഗ്രസും കൂടെ ഒരുമിച്ച് കൊണ്ട്? എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആർഷോ എന്താ എത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരുമിച്ച് കൊണ്ടുപോയ കാര്യമാണോ? എന്താ കിട്ടാത്തത്? ഉണ്ടെങ്കിലല്ലേ കിട്ടുക. ആ തെരച്ചിൽ നടത്തിയെടുത്ത് കിട്ടിയോ? എന്താ കിട്ടാത്തത്? തിരച്ചിൽ നടത്തിയെടുത്ത് കിട്ടിയോ? അപ്പുറത്ത് കിട്ടിയതിന്റെ കാര്യത്തിൽ വിവരം പറയൂ. അപ്പുറത്ത് കിട്ടിയതിന്റെ കാര്യത്തിൽ വിവരം പറയൂ. ഇ ഡി എവിടെ? ഇ ഡി വരണോ ഇനി ഈ കേസിൽ? ഇ ഡി കൊടകരയിൽ വരണം. ഇ ഡി വരണം കൊടകരയിൽ. എന്ത് കാര്യം? എന്തിനാന്നോ? എന്താ ആവശ്യത്തിനാണ് ഇ ഡി വരുന്നത് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇ ഡി വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇ ഡി വരും. ആർഷോ കൈപൊക്കി എന്താണ് ചോദിച്ചോളൂ. അല്ല അതിനകത്ത് ഇതിലെ കൊടകര കേസ് ഉൾപ്പെടെയുള്ളവയുമായി ബന്ധപ്പെട്ട് അവിടെ 25 ലക്ഷം രൂപ കവർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കേസിനകത്ത് കേരള പോലീസ് അന്വേഷിച്ച് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ കോടിക്കണക്കിന് രൂപ പറഞ്ഞോട്ടെ സാറേ. കോടിക്കണക്കിന് രൂപയുടെ ഹവാലപ്പണം കൊണ്ടുവന്ന ധർമ്മരാജനെ 21 തവണ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചത് ബിജെപിയുടെ ഭരണഘടന പഠിപ്പിക്കാൻ വേണ്ടിയാണോ? ആണോ? ബിജെപിയുടെ ഭരണഘടന പഠിപ്പിക്കാൻ വേണ്ടിയാണോ? ബിജെപിയുടെ ഭരണഘടന പഠിപ്പിക്കാൻ വിളിച്ചതാണോ സുരേന്ദ്രൻ? അല്ല, കൊണ്ടുവന്ന് 6 തെരഞ്ഞെടുപ്പ് സമയത്തെ കള്ളപ്പണമാണ് നമ്മുടെ ചർച്ച. ഇതിലുള്ള എല്ലാ കേസും കൂടി കുത്തിപ്പൊക്കി കൊണ്ടുവരല്ലേ? ദയവ് ചെയ്തിട്ട് നമുക്കാകെ ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. റോജിയുടെ അവസരമാണ്. ഒരു മിനിറ്റ് റോജിയുടെ അവസരമാണ്. ആ ഹവാല കേസ് അന്വേഷിക്കേണ്ടുന്ന ഇ ഡി എനിക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് ചെവി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ സാറേ? അത് അന്വേഷിക്കേണ്ടുന്ന ഇ ഡിക്ക് എന്താ ആർജവണ്ടോ ഇല്ല? ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് ഈ ഇ ഡിയെ കൊണ്ട് എന്തിന് കൊള്ളാമെന്നാ ചോദിക്കുന്നത് സാറേ? ഈ ഇ ഡിയെ കൊണ്ട് പറഞ്ഞാൽ ചാടാനല്ലാതെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നാണ് അതന്നെയാണ് ചോദ്യം. എന്താണ് വിഷയമുള്ളതാണ് ചോദ്യം. ഒരു മിനിറ്റ് ശ്രീകൃഷ്ണാസ് ഒന്ന് റോജിക്ക് പറയാനുണ്ടെന്ന് അവസരം കൊടുക്കൂ. അടുത്ത റോജിയുടെ അവസരമാണ്. റോജി പറയൂ. അത് താങ്കൾ നേരത്തെ പറഞ്ഞു. ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ ശ്രീകൃഷ്ണാസ്, ഒന്ന് കേൾക്കൂ. സഹകരിക്കൂ ശ്രീകൃഷ്ണാസ്. കൃഷ്ണാസ് ഒന്ന് കേൾക്കൂ. പ്രതിരോധത്തിലാവുമ്പോൾ അവരെ രക്ഷിക്കാൻ CPM വരും. അതാണ് ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നു. PP ദിവ്യ കൃഷ്ണദാസെ ഒന്ന് പറയണ കേക്ക്. ഒന്നൊക്കെ പറയണ കുറെ നേരം ആയാലും കൃഷ്ണദാസ് പ്ലീസ് ഒന്ന് സഹകരിക്കും. ഇല്ലല്ലോ ഒന്ന് താങ്കളെ പ്ലീസ് ഒന്ന് സഹകരിക്കൂ. ദയവേത് സഹകരിക്കൂ. ഭീകരവാദ സംഘടനയാണെങ്കിൽ നിരോധിക്കൂ. അങ്ങോട്ട് ഭീകരവാദ സംഘടന അങ്ങോട്ട് നിരോധിക്കൂ. ശ്രീകൃഷ്ണദാസ് ഒരു മിനിറ്റ് ഒന്ന് റോജി സംസാരിക്കട്ടെ. റോജി സംസാരിക്കട്ടെ പ്ലീസ്.
ഞാൻ നിങ്ങളോട് നിസ്സഹകരിച്ചില്ലല്ലോ. ഒന്ന് കേൾക്കുവെന്നാല് ഞാൻ എന്നോടുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ അല്ലെന്ന് താങ്കൾ ഇത്ര നേരമായിട്ട് പറയാണല്ലോ കൊടകരയിൽ ഇടി വരേണ്ട കാര്യം എന്താണെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു ഇനി റോജിയിലേക്കാണ്. റോജി പറയൂ. അല്ല, എന്നോടുള്ള ചോദ്യത്തിന് അത് താങ്കൾ പറഞ്ഞു കഴിഞ്ഞുന്നേ. താങ്കൾ പറഞ്ഞു കൊടകരയിൽ ഇടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നീ റോജി പറയട്ടെ. അല്ല, ഞാനത് അടുത്ത വിഷയത്തിലേക്ക് വരല്ലേ? അടുത്ത ഘട്ടത്തിൽ വരാം. എന്റെ വിഷയം പൂർത്തിയാക്കി. ഒരു മിനിറ്റ് ഇനി അവസരം ഉണ്ടെന്നേ. നോക്കൂ, 3 പേരേ ഉള്ളൂ, സമയമുണ്ട്. പ്ലീസ് ഒന്ന് സഹകരിക്കൂ. വേണ്ട, ഞാൻ എന്റെ വിഷയം പൂർത്തിയാക്കിയില്ല. ഞാൻ സഹകരിക്കാതിരിക്കുന്നില്ലല്ലോ. ഞാൻ എന്റെ വിഷയം ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ എന്റെ വിഷയം ഞാൻ പറഞ്ഞത് പാലക്കാട്ടെ ജനങ്ങൾ പ്രധാനമായും LDF UDF-നുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അത് തെളിയിക്കുന്ന ഒരു വസ്തുത താങ്കൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ ഞാൻ അങ്ങനെയല്ലെങ്കിൽ ഞാൻ പറയാൻ വന്നപ്പോൾ എന്തിനാണ് സ്മൃതി വിഷയം മാറ്റിയത്? അങ്ങനെയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്മൃതി വിഷയം മാറ്റിയത്? സ്മൃതി വളരെ പെട്ടെന്നത് BJP-യിലേക്ക് വിഷയം മാറ്റി എന്തിനാണ്? BJP നേതാക്കന്മാരിലേക്ക് വിഷയം മാറ്റി എന്തിനാണ്? ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വിഷയം മാറ്റി. എന്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? താങ്കളൊന്ന് ഓർത്തു നോക്കൂ. ഞാൻ അതിനെ കുറിച്ചല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞോട്ടെ. ഇനി നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യ്. ഞാൻ ഈ മറ്റേ റോജിയുടെ അവസരമാണ് കേട്ടോ. ഇനി റോജി പറയൂ. ഇനി എനിക്ക് അവസരം, എന്റെ അവസരമാണോ സ്മൃതി? റോജി പറയൂ. ഞാൻ പറയാം. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ സ്മൃതി? ഞാൻ തുടക്കത്തിൽ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങൾ ഈ ചർച്ച കണ്ടപ്പോഴും മനസ്സിലായി. അതായത് കൊടകര വിഷയം ചർച്ചയാവാൻ പാടില്ല എന്നാണ് BJP-യുടെ അഭിപ്രായം. ഇപ്പോൾ പെട്ടിയും വേണ്ട എന്നാണ് CPM-ന്റെ അഭിപ്രായം. അപ്പോൾ അതായത് BJP എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുമ്പോൾ അവിടെയൊക്കെ CPM അവതരിക്കും. സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ അവിടെ ഗവർണർ അവതരിക്കും. അപ്പോൾ CPM പ്രതിരോധത്തിലാകുമ്പോൾ അവിടെ BJP അവതരിപ്പിക്കും. തൃശൂർ പൂരം വിവാദം കത്തി നിൽക്കുന്നു. തൃശൂർ പൂരം വിവാദം കത്തി നിന്ന് അവിടെ പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്ര നേരം താങ്കളൊന്നും മെഴുകിയില്ല. ഞാൻ അന്നേരം ഉണ്ടായിരുന്നില്ല ഇവിടെ. ഒന്നും ഉണ്ടായിരിക്കും അവിടെ. ഇത്ര നേരം താങ്കളൊന്നും മെഴുകിയില്ല. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നില്ല. ഒന്ന് കേക്ക് എന്താന്നുള്ളത്. അപ്പോ ADGP-യുമായി ബന്ധപ്പെട്ട് ADGP RSS-ഉമായി ചർച്ച ചെയ്തതും സുരേഷ് ഗോപി ആംബുലൻസിൽ മായക്കാഴ്ചയായിട്ട് തൃശൂർ പൂരത്തിന് പോയി അവിടെ ഷോ നടത്തിയതും അവിടെ പൂരം കലക്കി തൃശൂരിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതുമൊക്കെ ചർച്ചയായി നിൽക്കുന്ന സമയം. അപ്പൊ PP ദിവ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM അതിനപ്പുറത്ത് പ്രതിരോധത്തിലായ നിമിഷം, ആ നിമിഷത്തിൽ നമ്മളിത് കൊടകര വിഷയം വീണ്ടും വരുന്നു. കൊടകര വിഷയം വന്ന് BJP-യും ഏറ്റവും പ്രതിരോധത്തിലായ നിമിഷം, ആ നിമിഷത്തിൽ BJP-യെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നാടകം. ഇനി കൃഷ്ണദാസ് ഇത്രയും നേരം കടന്ന് ചോദിച്ചല്ലോ, ഇവിടെ LDF-ഉം കോൺഗ്രസും കൂടെ നടത്തിയ പണിയാന്ന്. അവിടെ ആരാ? LDF-ഉം കോൺഗ്രസും കൂടെയാണോ അവിടെ രാത്രിയിൽ വന്നത്? അവിടെ വന്നത് മിസ്റ്റർ കൃഷ്ണദാസ്, നിങ്ങളുടെ VV രാജേഷ് എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവും A.A. റഹീം ഒരു മുറിയിലെ കടന്നുറങ്ങിയ പോലെയാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നത്. മറുവശത്ത് നിങ്ങളുടെ പ്രഫുൽ കൃഷ്ണയും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ TV രാജേഷും രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ്, ഈ 4 ആളുകളും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ മുദ്രാവാക്യം വിളിക്കുന്നത്. 4 ആളും കൂടെ ഒരേ ആവശ്യമാണ് അവരെല്ലാവരും ഉന്നയിക്കുന്നത്. പോലീസ് തെരഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ VV രാജേഷും നിങ്ങളുടെ പ്രഫുൽ കൃഷ്ണയും BJP നേതാക്കളും നിങ്ങളുടെ സ്ഥാനാർത്ഥിയും ഒക്കെ അവിടെ വന്ന് തെരഞ്ഞല്ലോ. നിങ്ങൾക്ക് തെരഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയോ? അടിവസ്ത്രമെങ്കിലും കിട്ടിയോ? നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഇത് ആര് നടത്തിയ നാടകമാണെന്നുള്ളത് ഞാൻ വക്കഫിനും പറയാം. വിശ്വാസം ഞാൻ ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ ചോദിച്ചതിന് ഞാൻ പറയാം. ഞാൻ ഏത് ചോദ്യത്തിനും പറയാം. ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ വക്കഫ് വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുനമ്പം വിഷയത്തിലും ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വിഷയത്തിലും ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയും ആര് നടത്തിയാലും ഞങ്ങൾ അതിനെതിരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലെന്നേ. ഞങ്ങൾ അക്കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് നിലപാടുണ്ടെന്നേ. അതുകൊണ്ട് നിങ്ങൾ ചർച്ച വഴിമാറ്റിവിടാനൊന്നും പറയണ്ട. നിങ്ങൾ ചർച്ച വഴിമാറ്റിവിടാൻ ശ്രമിക്കണ്ട. കൊടകര കള്ളപ്പണ കേസിൽ നിങ്ങളുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ എന്താണെന്ന് കേട്ടാൽ മതിയല്ലോ.
നിങ്ങളുടെ നേതാക്കൾ മുഴുവൻ പറഞ്ഞ എന്താണെന്ന് കേട്ടാൽ മതിയല്ലോ. നിങ്ങൾ ചർച്ച അതിന്റെയൊക്കെ പേര് പറഞ്ഞ് ഇവിടെ പാലക്കാട് പെട്ടി വിഷയം ചർച്ച വഴിമാറ്റി വിടാനും നിങ്ങൾ ആരും ശ്രമിക്കണ്ട. നമ്മുടെ ചർച്ച ഇന്നത്തെ ചർച്ച ചെയ്താൽ മുനമ്പം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ മുനമ്പം ചർച്ച ചെയ്യാം, വഖഫ് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം, സോളാർ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സോളാർ ചർച്ച ചെയ്തോളാം. അതുകൊണ്ട് കൃഷ്ണദാസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു കാര്യം വ്യക്തമല്ലേ, അതായത് പെട്ടി വിവാദം, ഇപ്പൊ ഈ വിവാദം, ഈ വിഷയം ചർച്ച ചെയ്തതെന്ന് CPM-നും BJP-ക്കും ഒരുപോലെ ആഗ്രഹമാണെന്ന്. എങ്ങനെയാണ് ഈ രണ്ടു കൂട്ടർക്ക് ഒരേപോലെ താല്പര്യം വരുന്നത്? രണ്ടു കൂട്ടർ ഒരുമിച്ച് അവിടെ സെർച്ചിന് വന്നു, രണ്ടു കൂട്ടർ ഒരുമിച്ച് അവിടെ കോലാഹലം ഉണ്ടാക്കി, രണ്ടു കൂട്ടർ ഒരുമിച്ച് അവിടെ മുദ്രാവാക്യം വിളിച്ചു. ഇപ്പൊ CPM-നും പെട്ടി ചർച്ച ചെയ്യണ്ട, ഇപ്പൊ ആർഷോയ്ക്കും ചർച്ച ചെയ്യണ്ട, ഇപ്പൊ കൃഷ്ണദാസിനും പെട്ടി ചർച്ച ചെയ്യണ്ട. ഇപ്പൊ അവർക്ക് വേറെ വിഷയങ്ങളിലേക്കാണ് പോകട്ടെ. ഞാൻ പറയട്ടെ, ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ നേരത്തെ ആർഷോ ചില കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഫെനി നൈനാനെ കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം വ്യാജ തിരിച്ചറിയ കാർഡ് കേസിലെ പ്രതിയാണെന്നൊക്കെ. സ്മൃതി, ഇവിടെ നമുക്ക് ഈ മഹാരാജാസ് കോളേജിൽ എഴുതാത്ത പരീക്ഷയ്ക്ക് വിജയിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ സഹപ്രവർത്തക AIYF-ന്റെ നേതാവിനെ ചവിട്ടി അറച്ചാൽ കേൾക്കാത്ത വാക്കുപയോഗിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞെന്താന്ന് ഞാൻ പറയുന്നില്ല. ആളുകൾക്കും ഒക്കെ പാലക്കാട് പ്രചരണം നടത്താമെങ്കിൽ അരിയിൽ ഷുക്കൂർ കേസിലെ കൊലപാതക കേസിലെ പ്രതികൾക്ക് പാലക്കാട് വന്ന് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താമെങ്കിൽ ഫെനിക്കും ഒക്കെ അവിടെ പോയി പ്രചരണം നടത്താം. കാരണം ഫെനി എന്ന് പറയുന്നത് KSUവിന്റെ ഭാരവാഹിയാണ്. ഫെനി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയാണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ആളുകൾക്കൊക്കെ പ്രചരണത്തിന് അവിടെ പോകാമെങ്കിൽ ഫെനിക്കും അവിടെ പ്രചരണത്തിന് പോകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഇവിടെ ആർക്കും വേവലാതിയൊന്നും വേണ്ട. അപ്പോൾ പിന്നെ എന്തിനാ ഇവർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇതുപോലെ കുശുമ്പ് കുത്തുന്നത്? ഞാൻ ഒറ്റ കാര്യം പറയാം. ആർഷോ നേരത്തെ പറഞ്ഞു ഇത് ത്രികോണ മത്സരമാകുന്നു എന്ന്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇവിടെ CPM 2ാം സ്ഥാനത്ത് പറഞ്ഞ LDF 2ാം സ്ഥാനത്ത് പറഞ്ഞതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്. LDF 3ാം സ്ഥാനത്ത് പോകണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. 2016 തുടങ്ങി LDF 3ാം സ്ഥാനത്താണ്. പക്ഷേ ഇത് അവിടെ 3ാം സ്ഥാനത്ത് നിന്ന് കയറാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ചില ആളുകൾ ഇവിടെ CPM-ലുണ്ടെന്നേ. ഇപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ വിട്ടിട്ട് ഇപ്പോൾ വൈരുദ്ധ്യാത്മക പെട്ടിവാദത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഏത് ചർച്ച ചെയ്യണം, ഏത് ചർച്ച ചെയ്യണ്ട എന്നുള്ള ആശയക്കുഴപ്പം CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി എല്ലാ ദിവസവും കുഴപ്പത്തിലാക്കുക. ദിവസത്തിൽ 3 നേരം പത്രമാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്നു. പെട്ടി വിവാദം നിങ്ങൾക്ക് ഗുണം ചെയ്യും? എന്ത് സംശയം? ഞങ്ങൾക്ക് പറഞ്ഞില്ലേ പെട്ടി വിവാദം? ഞാൻ പറഞ്ഞോട്ടെ. അതായത് ദിവസത്തിൽ 3 നേരം ചാനലുകളെ കാണുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു പാലക്കാട്. ഇപ്പം എന്തേ അദ്ദേഹം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരു ചാനലുകാരെയും കാണാത്ത, ഒന്നും പ്രതികരിക്കാതെ നടക്കുന്ന ഒരു മുതിർന്ന നേതാവ്? അപ്പോൾ ഇവിടെ ഇത് CPM-നകത്ത് ഒരു വിഭാഗം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, CPM-നകത്ത് ഒരു വിഭാഗവും BJP-യിലെ ചില ആളുകളും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു തിരക്കഥയാണിത്. ആ തിരക്കഥയിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും അറിയാതെ പോലീസ് തെരച്ചിലിൽ വരുന്നു. ഞാൻ പല തെരഞ്ഞെടുപ്പുകളും കണ്ടിട്ടുണ്ട്. സ്മൃതിക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാലക്കാട് 55 യൂണിറ്റ് പോലീസിൻ്റെ സ്പെഷ്യൽ യൂണിറ്റ് മോണിറ്ററിംഗ് വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പരിശോധന നടത്തുമ്പോഴും കേരളത്തിലായാലും പുറത്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. പോലീസിൻ്റെ സഹായത്തോടൊപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികളോടൊപ്പം അവർ വീഡിയോ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അവർ സെർച്ച് നടത്തേണ്ടത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികളെ പോലും അറിയിക്കാതെ പോലീസ് അവിടെ തെരച്ചിലിന് വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ പോലീസിനെ വിളിച്ച ഉന്നതരാരാണ്? അപ്പോൾ അത്ര വലിയ ഇടപെടൽ പോലീസിനകത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പോലീസ് ആ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പോലും അറിയാതെ അവിടെ വന്ന് തെരച്ചിൽ നടത്തുന്നത്. ആ തെരച്ചിൽ നാടകം നടത്തി കോപ്രായങ്ങളെല്ലാം കാണിച്ചു, വനിതാ നേതാക്കളുടെ മുറിയിൽ കയറി ചെയ്യാവുന്ന പണിയെല്ലാം കാണിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ഒന്നും കിട്ടാതായി നാണം കെട്ട് ഇളിഭ്യരായി നിൽക്കുന്ന CPM-നും ഇപ്പോൾ അവരെ രക്ഷിക്കേണ്ട ബാധ്യത BJP-യുടെയായി മാറിയിരിക്കുകയാണ്. BJP-യെ രക്ഷിക്കേണ്ട ബാധ്യത CPM-നായി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്ര ഒരു കൂട്ടുകെട്ട്, ഇത്രയും വലിയൊരു യോജിപ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു കോലാഹലം നടക്കുന്നതിനിടയ്ക്ക്, അവിടെ ബഹളം നടക്കുന്നതിനിടയ്ക്ക് ഒരു വശത്ത് TV രാജേഷും പ്രഫുൽ കൃഷ്ണയും കൂടി അവിടെ വലിയ സ്വകാര്യ സംഭാഷണം നടത്തുകയാണ്. മറുവശത്ത് VV രാജേഷും അതുപോലെ തന്നെ A റഹീമും കൂടെ വളരെ സ്വകാര്യ സംഭാഷണം നടത്തുകയാണ്. ഇത്രയും നല്ലൊരു കെമിസ്ട്രി നമ്മൾ പറയും, ഇത്ര ഹരികൃഷ്ണന്മാർക്ക് പോലും ഇത്ര നല്ലൊരു നമുക്ക് കെമിസ്ട്രി കാണാൻ സാധിക്കില്ല. ഇവിടെ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോട് എത്തി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ സ്വാഭാവികമായും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തന്നെ വേണമെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാമായിരുന്നു. അപ്പോൾ തന്നെ ഒരു വീഡിയോ മെസ്സേജ് അയക്കാമായിരുന്നു. ഞാനിതാ കോഴിക്കോട്ടേക്കുള്ള വഴിയിലാണ്, ഞാൻ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാമായിരുന്നു. എന്തുകൊണ്ട് രാഹുൽ അത് ചെയ്തില്ല? രാഹുൽ അത് ചെയ്യുന്നതിന് അല്പം സമയമെടുത്തു എന്നുള്ളിടത്ത് സംശയമുണ്ട് എന്ന് CPM പറയുമ്പോൾ എന്താണ് അതിന് മറുപടി? സ്മൃതി, ഞാൻ ചോദിച്ചോട്ടെ, ഇവർ സംശയം പറഞ്ഞ് നാളെ ഇവർ പറയുകയാണ് പെട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ബോംബാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് ബോംബ് പിടിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോംബ് കൊണ്ട് കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടോ? നാളെ പറയുകയാണ്, ഇതിനകത്ത് പറയുകയാണ്, ഇവർ CPM പറയുകയാണ് അതിനകത്ത് മയക്കുമരുന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നാളെ അത് മയക്കുമരുന്നായി മാറുമോ?
ഇവരെന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴാണ് പ്രതികരിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ ഈ കണ്ട കോപ്രായങ്ങൾക്കൊക്കെ പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് വി രാജേഷും റഹീമും അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും കൂടെ ഒരുമിച്ച് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടിയും കെട്ടിപ്പിടിച്ച് റൂമിനകത്തിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കിവിട്, രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവാ, പെട്ടി കൊണ്ടുവാ എന്ന് ഈ നേതാക്കന്മാർ രണ്ടുപേരും കൂടെ ഒരേ കോറസ് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, ഞാനിവിടെ കോഴിക്കോടാണ്. അത്രമാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുള്ളൂ. കാരണം അന്നത്തെ ചർച്ചാ വിഷയം എന്താ? അന്നത്തെ ചർച്ച മുഴുവൻ ഇവർ പറയുന്നത് മറ്റേ ബിന്ദു കൃഷ്ണയുടെ മുറിയിലും ഷാനിമോൾ ഉസ്മാന്റെ മുറിയിലും പണം ഇരിക്കുകയാണ്. അന്നത്തെ ചർച്ച അതല്ലേ? ഏത് വാഹനത്തിൽ പോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പോയി, വണ്ടിയെ കയറിയോ വണ്ടിയിൽ ഇറങ്ങിയോ എന്നൊന്നും അന്നത്തെ ദിവസത്തെ ചർച്ചയില്ലോ. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ അന്ന് മുഴുവൻ ഇവരുടെ മുറിയിലെ പണം ഇരിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യം വ്യക്തമാക്കി, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ കോഴിക്കോടാണെന്നുള്ള അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾക്ക് മുൻകൂട്ടി കാന്തപുരത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി. ഇവിടെ എന്തെങ്കിലും ഇവർ കോപ്രായം കാണിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കണോ? പിന്നെ അവസാനം ഒരു ഘട്ടം വന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വിടൂ എന്ന് പറഞ്ഞ് അവിടെ തടഞ്ഞു. അവിടെ വലിയ ശരി, ഇനി അത് കൃത്യമായി നമ്മൾ പറഞ്ഞു. അതിനുശേഷം അപ്പോൾ രണ്ടാം ദിവസമായപ്പോൾ, ഒരു മിനിറ്റ്, അടുത്തേക്ക് രണ്ടാം ദിവസമായപ്പോഴത്തേക്കും കൂടെ എന്തായി? രാഹുൽ രണ്ടാം ദിവസമായപ്പോൾ ബിന്ദു കൃഷ്ണനെ വിട്ടു, ഷാനിമോൾ ഉസ്മാനെ വിട്ടു, അവിടെ ഒന്നും പണമില്ല. പിന്നെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വണ്ടിയെ കയറിയതാണ് പ്രശ്നം. അപ്പോൾ അതെന്താണെന്ന് വ്യക്തമാക്കി. ഇത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് കൃത്യമായി, ഞങ്ങൾ ബബ്ബ എവിടെ അടിക്കുന്നില്ലല്ലോ, ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ലേ, ഞങ്ങൾ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം പറയുന്നില്ലേ? ഇനിയിപ്പോൾ പ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ക്ഷമിക്കണം, പാലക്കാടിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ചേലക്കരയുടെ കാര്യത്തിലും വയനാടിൻ്റെ കാര്യത്തിലും. അപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കാത്തതും വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഷാഫിയുടെ കാര്യത്തിലാണെങ്കിൽ 8 വർഷമായി പാലക്കാടിൻ്റെ MLA ആയി വികസനം കൊണ്ടുവന്നിട്ടില്ല എന്ന അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്നതാണ്. പക്ഷെ അതിലേക്കൊന്നും പോകാതെ നിങ്ങൾ പെട്ടിയിലേക്ക് ചുരുങ്ങുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പെട്ടി ഇനി എത്ര ദിവസം കൂടി ഉണ്ടാകും? അല്ല, ബഹുമാനപ്പെട്ട സ്മൃതി പരുത്തിക്കാട്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവത്ര വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. 8 അല്ല 13 വർഷമായി പാലക്കാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പ് ഉൾപ്പെടെ പാലക്കാട് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധവും വികസനത്തെ തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള സമസ്ത വിഷയങ്ങളും ഞങ്ങൾ ചർച്ചയാകുന്നുണ്ട്. ഉൾപ്പെടെ ഇതുൾപ്പെടെ കള്ളപ്പണം ഉൾപ്പെടെയുള്ള ഈ കള്ളപ്പണവും ഞങ്ങൾ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളാണോ രാവിലെ പോയിട്ട് രാവിലെ മാഡം രാവിലെ KPM ഹോട്ടലിന് അകത്ത് കൂടെ അങ്ങോട്ടൊരു വെട്ടിയും കൊണ്ടോടി, ഇത് ഡമ്മി ടു ഡമ്മി, ഇങ്ങോട്ടൊരു വെട്ടിയും കൂടെ ഓടി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പ്രസ് ക്ലബിലേക്ക് എത്താൻ എത്ര സമയം വേണം എന്നൊക്കെ പറഞ്ഞ് ഡമ്മിയിട്ട് ഇതിന്റെ പുറകെ നിങ്ങൾ നിൽക്കുന്ന അത്രയൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. ഇല്ല, ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് തോന്നുന്നു, റിപ്പോർട്ടർ ചാനൽ തന്നെ കണ്ടിരുന്നു ഡമ്മിയൊക്കെ ഇട്ട് നോക്കിയിട്ട് പെട്ടിപോയ വഴി അന്വേഷിക്കുന്നത്. അപ്പോ ഇത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഡമ്മി ടു ഡമ്മി നിങ്ങൾക്ക് വിഷയം കിട്ടുന്നത് പോലീസിന് വിഷയം എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ CCTV ഫുട്ടേജ് റിപ്പോർട്ടറിലൂടെ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലായിരുന്നില്ല ഔട്ട് ചെയ്തോണ്ടിരുന്നത്. CPM പക്ഷേ അല്ലല്ല, ജില്ലാ സെക്രട്ടറി ആദ്യത്തെ പ്രതികരണം നടത്തി ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് തെളിവ് കിട്ടി. അതെങ്ങനെയാണത്? പോലീസ് പറയുന്നതിന് മുന്നേ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ആദ്യത്തെ വാർത്താ സമ്മേളനം ആദ്യത്തെ പ്രതികരണം നടത്തി. അതെങ്ങനെയാണ് അവർക്ക് കാണാൻ പറ്റിയേ? അതെ, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതെങ്ങനെ ബോധ്യം? കാണാത്ത ബോധ്യം എങ്ങനെയാണ്? കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് തന്നെയുള്ള ആളുകൾ ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞ കൃത്യം എങ്ങനെയാണ്? കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം വളരെ കൃത്യമായിരുന്നില്ലേ? നിങ്ങളും പോലീസും അല്ല, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെ കിട്ടിയെന്ന് അത് കിട്ടും, മാധ്യമപ്രവർത്തകർക്ക് കിട്ടും. അതുപോലെയാണോ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ആദ്യം തന്നെ CPM പറയുകയാണ് ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ മുന്നിൽ അതെ, ഞങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു തന്നത് മാധ്യമപ്രവർത്തകരാ. വാർത്താ സമ്മേളനം നടത്തിയത് ജില്ലാ സെക്രട്ടറിയാണ്. താങ്കൾ എടുത്തു നോക്കൂ ഹർഷോ, ആ വാർത്താ സമ്മേളനം നോക്കൂട്ടോ.
അതേന്നേ ജില്ലാ സെക്രട്ടറി വാർത്താ അതിനു മുൻപ് മാധ്യമപ്രവർത്തകർ അല്ല അതിനു മുൻപ് ആ ദൃശ്യങ്ങൾ കയ്യിൽ കിട്ടിയ എന്താ സ്മൃതിക്ക് ഇല്ലാന്ന് എത്ര ഉണ്ടെന്ന് നിങ്ങൾ അത് കഴിഞ്ഞായിരിക്കും പുറത്തു വിട്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അതിനു മുമ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ വഴി ചോദിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയ വഴി ചോദിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് വഴിയിലൂടെ കിട്ടി, നിങ്ങൾ കാണിച്ചു തന്നു. എല്ലാം നമ്മുടെ മുന്നിൽ ഫയലായിട്ട് കിടപ്പുണ്ട് കേട്ടോ, എടുത്തു നോക്കോളൂ. എന്തേ പറഞ്ഞ വാചകങ്ങൾ എല്ലാം നമ്മുടെ മുന്നിൽ ഫയലായിട്ട് കിടക്കുന്നുണ്ട്. അത് തന്നെ പറയാനുള്ളത് ഈ നിലയ്ക്ക് ഇവിടെ അല്ല ഓർത്തു വെക്കും. എന്താ തർക്കം? എന്താ ഓർത്തു വെക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല സ്മൃതി. ഓർത്തു വെക്കാൻ ഞങ്ങൾക്ക് ഒരു ഭയപ്പാടില്ല. ആയിക്കോട്ടെ. അപ്പൊ ആ നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞത് ഈ ഘട്ടം വരെ ഒന്നും തെറ്റിയിട്ടില്ലല്ലോ. ഈ ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നു ആ പെട്ടിക്കകത്ത് ഉൾപ്പെടെ കള്ളപ്പണം ഉണ്ടായിരുന്നു. ആ സൂത്രം ഒന്ന് പറഞ്ഞുതരാമോ? അതെന്താണ് ആ മാജിക്? 48 സെക്കൻഡിൽ പെട്ടി നിറയ്ക്കുകയോ അല്ലെങ്കിൽ പെട്ടിയിൽ നിന്ന് പുറത്തിറക്കുകയോ ചെയ്യുന്ന സംവിധാനം. പിണറായി വിജയന്റെ പോലീസ് ഒന്നിനും കൊള്ളാത്തതാണെന്ന് ഹർഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും കൊള്ളാത്ത പോലീസാണ്. പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കുകയും ചെയ്യും. എന്താണ് കൃത്യമായി? ഇത്ര നേരമായല്ലോ ഇടാൻ പറ്റാത്ത എന്താണ് സാറേ? അല്ല മാഡം സ്മൃതി പരുത്തിക്കാടെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകര് മാസങ്ങളോളം ഇവിടെ ചർച്ച ചെയ്തായിരുന്നല്ലോ മറ്റേ ബിരിയാണി ചെമ്പിന് കടത്തി സ്വർണ്ണം. ബിരിയാണി ചെമ്പിന് സ്വർണ്ണം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വിധി എന്തായി? ഇവിടെ കടത്തിയ കുഴൽപ്പണം, ഇവിടെ കള്ളപ്പണം, ഇതുവരെയുള്ള കോൺഗ്രസിന്റെ വാദങ്ങൾ ഖുറാനിലെ കടത്തും ഒക്കെ കഴിഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് വിധി എന്തായി? നിങ്ങൾക്ക് അനുകൂലമായല്ലോ. മാസങ്ങളോളം ചർച്ച ചെയ്തല്ലേ? കിട്ടിയല്ലോ. വിധി എന്തായി? നിങ്ങൾക്ക് അനുകൂലമായില്ലേ? തുടർഭരണം കിട്ടിയില്ലേ? പാലക്കാട് പെട്ടി പിടിച്ചാൽ അപകടമാണ്. ആദ്യഘട്ടത്തിലെ പെട്ടിക്കകത്ത് ചട്ടുമുണ്ടാണെന്ന് ഉറപ്പിക്കല്ലേ? നിങ്ങളങ്ങ് ഉറപ്പിക്കല്ലേ സ്മൃതി പരുത്തിക്കാടെ? നമുക്ക് ഹോട്ടലിലെ റെയ്ഡും ആ റെയ്ഡിന് ശേഷം ഇതുവരെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളുമാണ് പറയാനുള്ളത്. വേറെ ഏതെങ്കിലും ആണെങ്കിൽ അത് പറയൂ. പോലീസ് വരുന്നതിന് മുൻപ് 4 വണ്ടികളിലാക്കി ആസൂത്രിതമായി 4 വണ്ടികളിലാക്കിയ പണം ഇവിടുന്ന് കടത്തിയല്ലോ. പുറത്തേക്ക് വരുമെന്ന് അങ്ങനെ ഒരു ബോധ്യം സ്മൃതിക്ക് വേണ്ട കേട്ടോ. വല്ലാതെ വെളുപ്പിക്കാൻ വേണ്ട. ഇനി എവിടുന്ന പണം പറ്റിയ 4 കോടി പറഞ്ഞില്ലേ? രാഹുൽ മങ്കൂട്ടം വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടി പോവാന്ന്. എന്തേ 2 ആഴ്ചയായിട്ട് ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയക്കാത്തത്? കെ സുരേന്ദ്രനെതിരെ എന്തേ അയക്കാത്തത്? ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് എന്തേ മാതൃത്വ കേസ് കൊടുക്കാത്തത്? ഈ പറഞ്ഞ കോൺഗ്രസിനും ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനും കെ സുരേന്ദ്രനും കള്ളപ്പണം പാലക്കാട് പെട്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇവര് കാണിച്ച ഉടായ്പകളിലെല്ലാം ഇവര് തന്നെ കുഴി വീണ കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പാലക്കാടും ഒരു സംശയവും വേണ്ട. ഇവർ കാണിച്ചിരിക്കുന്ന ഈ ഉടായ്പിനകത്ത് ഇവർ തന്നെ വീഴുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഈ സുരേന്ദ്രനെയും ബി ജെ പിയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM-ഉം BJP-യും ഒരുമിച്ച് നടത്തിയ നാടകമാണ് നമ്മൾ പാലക്കാട് കണ്ടത്. ആ നാടകം എന്താണെന്നുള്ളത് സ്ഥാനാർത്ഥി സരിന് വരെ മനസ്സിലായി. ചർച്ചയിൽ പങ്കെടുത്തതിന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.